ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ഒരു 7 വർഷത്തിൻ്റെ അടുത്തായിട്ട് കോഴീനെ വളർത്തുന്നുണ്ട്. എനിക്കൊരു 250 കോഴികളുണ്ട്. തനി നാടൻ കോഴികളാണ്. അപ്പോൾ ഞാനൊരു വർഷം ഒരു 2-3 ബാച്ച് കോഴിമക്കളെ ഇറക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം അതായത് 2025 ഞാൻ തീരെ പുതിയ ബാച്ചിനെ ഇറക്കിയിട്ടില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ അല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പം ഞാനൊന്ന് സ്റ്റോപ്പാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ കോഴികളുടെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞു. ഇനി പാരൻറ്റ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ബാച്ച് ഇറക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്റർ എടുക്കുകയാണേ. പിന്നെ ഇത് റൂമാണ്. ഞാൻ റൂമിലാണ് സെറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ കൊണ്ടുവെക്കുന്ന സമയത്ത് ഇത് മിഷനാണല്ലോ, ഓട്ടോമാറ്റിക്കാണ്. അപ്പം ചൂട് തട്ടിയിട്ട് അത് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ ഇടി മിന്നലൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് ഞാൻ റൂമിലാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഉറുമ്പും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ഉറുമ്പൊക്കെ വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. മുട്ടയ്ക്കകത്ത് കയറിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ ഒരു ടേബിൾ എടുത്ത് വെച്ചു. അന്നേരം ഇൻക്യുബേറ്റർ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് റെഡിയാക്കുകയാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റിൽ കാണുന്നത് ഒരു ബൾബും ഒരു ഫാനും. ബൾബ് എന്ന് പറയുന്നത് നമുക്ക് 60 വാൾട്ട് അല്ലെങ്കിൽ 40 വാൾട്ടിൻ്റെ എടുക്കുക. പിന്നെ തുറക്കുമ്പോൾ ഒരു നെറ്റ് കാണാം. അത് ഇപ്പോൾ ആവശ്യമില്ല, അത് നമ്മൾ തൽക്കാലം മാറ്റി വെക്കുകയാണ്. പിന്നെ ഒരു കമ്പിയിലൊരു സ്റ്റാൻഡ് പോലെ കാണാം, അതെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു നേരെയുള്ള ഒരു ട്രേ കാണാം, അതിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാൻഡ് എടുത്തിട്ട് ജസ്റ്റ് പിന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് പെട്ടീൻ്റെ അകംവശമൊക്കെ തുടക്കുകയാണ്. ക്ലീനാണ്, കാരണം ഒരു ബാച്ച് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഡെറ്റോളും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പെട്ടി എടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി തുടച്ചു. അതിന് ശേഷം ആ സ്റ്റാൻഡ് അവിടെ ഒരു കമ്പിയുണ്ട്, ആ കമ്പീൻ്റെ ഹോളിൽ കൂടെ കുടുക്കിയിട്ട് ഞാൻ ജസ്റ്റ് ബൾബ് ഓൺ ആക്കണം. അതായത് മെഷീന് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ചെറിയൊരു ബോക്സ് പോലെ ഒരു സംഭവമുണ്ട്, അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ട്രേക്കകത്ത് കൊള്ളുന്ന, അതായത് ഒരിക്കലും വെള്ളം താഴോട്ട് വീഴാൻ പാടില്ല കേട്ടോ, അത്രയേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം താഴത്ത് വീണു. അപ്പോൾ അതൊക്കെ ഞാൻ തുണിയെടുത്തിട്ട് തുടക്കുകയാണ്. ഒട്ടും വെള്ളം പാടില്ല, ആ ട്രേയിൽ നിന്ന് താഴോട്ട് വീഴാൻ പാടില്ല. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട്, ഇപ്പം കുഴപ്പമില്ല കാരണം ഞാനിപ്പോൾ കോഴിമുട്ട വെച്ചില്ലല്ലോ. പക്ഷേ കോഴിമുട്ട അതിൽ വെക്കുന്ന സമയത്ത് ഈ ട്രേയിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക. നമ്മൾ ട്രേയിലൊക്കെ വെള്ളം ഒഴിച്ചു, ആ സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് കാണുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ ഇത് അങ്ങനെ വെച്ചിട്ട് പോകണം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോഴിമുട്ട ഇതിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഓണാക്കി ഒരു 7:30 ആയപ്പോഴാണ് ഞാൻ ഓണാക്കിയത്. എന്നിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ബോക്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഉള്ളിൽ ലൈറ്റ് കത്തും. പിന്നെ ബോക്സിൻ്റെ മുകളിൽ കണ്ട ഒരു 37.5, അത് 37.7 ആവുന്ന സമയത്ത് ആ ബൾബ് ഓഫാവും ഓട്ടോമാറ്റിക്കായിട്ട്. വീണ്ടും 37.5ലേക്ക് ബാക്കോട്ട് വരുന്ന സമയത്ത് ആ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഓണാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കും. അങ്ങനെ 2 മണിക്കൂറായിട്ടോ, സമയം 10:30 ഞാൻ കോഴിമുട്ട ബോക്സിലേക്ക് വെക്കുകയാണേ. കോഴിമുട്ട നമ്മൾ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ആ ട്രേയിൽ ഓരോ കള്ളിയിലും 5 കോഴിമുട്ട വീതമാണ് കൊള്ളുക. അപ്പോൾ ഇത് ഇൻക്യുബേറ്റർ നമ്മൾ വാങ്ങിയ സമയത്ത് അവർ പറഞ്ഞത് ഇതിൽ 50 കോഴിമുട്ടയാണ് വെക്കാൻ പറ്റുക എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേങ്കിൽ കോഴിമുട്ടേൻ്റെ സൈസ് അനുസരിച്ച് 50, ചിലപ്പോൾ 55, 60 വരെ വെക്കാം കേട്ടോ. പക്ഷേങ്കിൽ ചില കോഴിമുട്ടകളൊക്കെ വലുതായിരിക്കും. അപ്പോൾ അത് ചില സമയങ്ങളിൽ 45, 44 ആ ഒരു ഇതിൽ വെക്കാം. ഇപ്പം ചില കള്ളികളിലൊക്കെ നമുക്ക് 6 എണ്ണം വെക്കാം. അത് കോഴിമുട്ടേൻ്റെ വലിപ്പം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും കേട്ടോ കള്ളിയിൽ വെക്കുന്നത്. അങ്ങനെ കോഴിമുട്ടയൊക്കെ വെച്ച് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് ഓക്കെ ആണ്. ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് ബോക്സ്, അതുകൊണ്ട് എനിക്ക് വേറെ പണികളൊന്നുമില്ല. ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം വറ്റും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ രാത്രി വെള്ളം ഒഴിച്ചാൽ ഇനി നാളെ രാത്രി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിറ്റേന്ന് രാത്രി, അങ്ങനെ ഒന്നിട വിട്ടും ജസ്റ്റ് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി 18 ദിവസമാണ് ഈ ബോക്സിൻ്റെ കണക്ക്. 18ാമത്തെ ദിവസം നമ്മൾ ഈ ട്രേന്ന് മുട്ട നേരത്തെ ഒരു നെറ്റ് കണ്ടില്ല, ഒരു ഷീറ്റ്, ആ ഷീറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്.